പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഇതിനായി ഞാൻ 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. 3-4 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതളവിലും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് 24 ഇഞ്ചാണ്. അതിൽ 9 ഇഞ്ചാണ് ഞാൻ ബോഡി പാർട്ടിൽ കൊടുക്കുന്നത്. 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഞാൻ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെടുക്കുന്ന വണ്ണം 6 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം 5.5 ഇഞ്ചാണ്. ഇവിടെയും ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ അകലം ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചാണ് വരച്ചെടുക്കുന്നത്. ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് 1/4 ഇഞ്ച് അകത്തേക്കെടുത്ത് ഫ്രണ്ട് ആം ഹോള് അല്പം കുഴിച്ചാണ് വരച്ചെടുക്കേണ്ടത്. പിന്നെ നെക്കിൻ്റെ ഫ്രണ്ട് ലെങ്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ബാക്കിന് 2 ഇഞ്ചുമാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് വരച്ച് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഫ്രോക്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളും നെക്കും കൂടി കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഫ്രോക്കിൻ്റെ ലെങ്ത് 24 ഇഞ്ചിൽ ബാക്കിയുള്ള 15 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ പോർഷനിൽ നമ്മൾ എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 16 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയാണ് പ്ലീറ്റ്സ് ഇടാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൽ ഞാൻ ചെറിയൊരു കോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലെ നെക്ക് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് അളവിലൊന്ന് വരച്ചെടുക്കാം. ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയാണ് തയ്യൽ തുമ്പോട് കൂടി കോളറിന് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് വരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കോളറിൽ ക്യാൻവാസ് ഒന്നും കൊടുക്കാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ 4 പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ കട്ടിങ് കൊടുത്ത് തിരിച്ചെടുക്കാം. ഇതുപോലെ 2 പീസുകളും ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് നെക്കിൽ വെച്ച് ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പാർട്ടിൽ ഞാൻ സിബാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടനോ ഹുക്കോ എന്ത് വേണമെങ്കിലും കൊടുത്തെടുക്കാവുന്നതാണ്. സിബ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കിയാൽ മതി. നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചാണ് ഞാൻ സ്ലീവിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്കേർട്ടിൻ്റെ പാർട്ടിൽ പ്ലീറ്റ്സ് എടുത്തിട്ട് യോക്ക് പാർട്ടിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തു കൂടി 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 1 മീറ്റർ തുണിയൊക്കെ നമ്മൾ വാങ്ങിയാൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇതുപോലുള്ള കോട്ടൺ മെറ്റീരിയലൊക്കെ ആവുമ്പോൾ ചൂട് സമയത്തും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.